ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. റിക്വസ്റ്റ് ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ. ഉള്ളിൽ കുട്ടികളൊക്കെ TV കാണുന്ന ആ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ തോന്നിയപ്പോൾ വെളിയിൽ വന്നതാണ് കേട്ടോ. എന്താ അവിടെ കാര്യമൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ട് പോകും. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ യൂട്യൂബിനെ പറ്റിയിട്ട് തന്നെയാണ്. കുറേ പേർക്ക് ഇതിൻ്റെ സംശയം ഉണ്ടാകും. എനിക്കും ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ വന്നപ്പോൾ എനിക്ക് ഒരു കുന്തവും അറിയാണ്ടാണ് ഞാനിതിൽ വന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ സംശയമുള്ള കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. എനിക്കറിയില്ല, ഷോർട്സ് ഇടുന്ന സമയത്തും കോപ്പിറൈറ്റ് എന്തിന് വരുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് കോപ്പിറൈറ്റ് അത് നോക്കാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ പഠിച്ചു വന്നു. അതുപോലെ 1 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതെങ്കിൽ വാച്ച് അവർ കുറഞ്ഞു പോകില്ല എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു മല തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ മുക്കാലും കാര്യങ്ങൾ എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതെന്തെങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു സംശയം എനിക്കുണ്ട്. അത് ഭയങ്കര ഒരു സംശയമാണ്. അത് ആർക്കെങ്കിലും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്ത വാച്ച് അവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ മോണിയായി കഴിഞ്ഞ ശേഷം, എൻ്റെ മോണിയായ ചാനലാണ്, ഡോളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല എങ്കിലും കുറച്ച് വരാറുണ്ട് കേട്ടോ. വരാറായിട്ടുണ്ട്. $100 എത്തിയിട്ടില്ല. പറയാൻ കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്, എങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വാച്ച് അവറൊക്കെ ആഡായിട്ടാണല്ലോ നമുക്ക് മോണി ആയത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വാച്ച് അവർ നഷ്ടപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടായ സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു, മോണിയായ ചാനലിൻ്റെ വാച്ച് അവർ പിന്നെ അങ്ങനെ നോക്കില്ല, പിന്നെ വാച്ച് അവറിൻ്റെ കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ 1 വർഷത്തിൻ്റെ ഉള്ളിൽ വാച്ച് അവർ തികഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ കുറയാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത്. ഇന്നാളാരോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞാൻ കേട്ടു കേട്ടോ. ആരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ലൈവിൽ വരുമ്പോഴോ അങ്ങനെ എന്തോ പറ്റും, എനിക്ക് പേടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം വ്യൂസ് കയറണേ ഇല്ല. മോണിറ്റൈസേഷൻ ആകുന്നതിൻ്റെ മുമ്പ് കുറച്ച് വാച്ച് അവറൊക്കെ വാച്ച് അവറല്ല, നല്ലവണ്ണം വീഡിയോ കയറിയിട്ടുണ്ടായിരുന്നു വ്യൂസൊക്കെ. പിന്നെ ഇപ്പോൾ മോണി ആയ ശേഷം വീഡിയോസ് കയറാനും ഒരു നിവൃത്തിയില്ല. ഡോളർ കിട്ടുകയാണല്ലോ, അപ്പോൾ കുറച്ച് മാത്രമാണ് കയറുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെനിക്ക് ഭയങ്കര വിഷമമായി, ഒരു മടിയായി. പിന്നെ നമുക്ക് വ്യൂസ് കയറുമ്പോഴാണല്ലോ കൂടുതലും ഇടാൻ തോന്നുക. അപ്പോൾ അത് കയറാണ്ടായപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ആരോ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ വാച്ച് അവർ ഉണ്ടെങ്കിലാണ് പ്രൊമോട്ട് ചെയ്യുള്ളൂ, കൂടുതൽ ആൾക്കാർക്ക് അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ യൂട്യൂബ്. വാച്ച് അവർ എപ്പോഴും ആ ഒരു സന്തുലിതാവസ്ഥയിൽ തന്നെ നിൽക്കണം. വാച്ച് അവറിലും കാര്യമുണ്ട്, വാച്ച് അവർ കുറഞ്ഞു പോകുമെന്നൊക്കെ പറയണോ, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. യൂട്യൂബിൽ വർക്ക് ചെയ്യണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്ന് അറിയണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കാരണം എനിക്കിങ്ങനെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ മോണിറ്റൈസേഷൻ ചെയ്ത് തന്ന അയക്കാൻ അറിയാം ആൾക്ക്. ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പിൽ. പക്ഷേ ആൾക്ക് നല്ല തിരക്കുള്ള ആളാണ്, അതുകൊണ്ട് അതിനൊരു റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, വീഡിയോ ഇടാണ്ടിരുന്നാൽ ഇനിയിപ്പോൾ ചാനലിൽ വല്ലതും പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പ്ലീസ്. പിന്നെന്താണ്, അല്ലെങ്കിൽ നമുക്ക് വാച്ച് അവറിൽ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എനിക്കൊന്നും പറഞ്ഞും കൂടെ കൊടുക്കാമല്ലോ. ആരെങ്കിലും കാണുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പറഞ്ഞു തരുമോ. എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് ആ ഒരു ഇത് കേട്ടതിന് ശേഷം ഭയങ്കര പേടിയും ബേജാറും ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഇത്രയും കൊണ്ട് എത്തിക്കാനേ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് കേട്ടോ.
ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട്, ആദ്യമൊന്നും എനിക്ക് എഡിറ്റിങ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇപ്പം എനിക്ക് എളുപ്പമാണ്. പക്ഷേ ഇനി ഈ 4000 വാച്ച് അവറൊക്കെ ഉണ്ടാക്കിയെടുക്കണ കാര്യമൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇപ്പോൾ വീഡിയോസ് കയറുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ എന്തായാലും തരണം പ്ലീസ്. അതിനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. റിക്വസ്റ്റ് ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. കുറേ പേരുണ്ടാവും ഈ യൂട്യൂബിൽ ഇതിനെപ്പറ്റി അറിയണവർ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് പറയാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എനിക്കതൊന്ന് അറിയണം. എൻ്റെ തൊട്ടപ്പുറത്തൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾക്കും കൂടെ എനിക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ വേറൊരു കുട്ടിയുണ്ട്. അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചോദിക്കണത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അറിയണവരൊക്കെ ഒന്നും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാച്ചവർ കുറയുന്നുണ്ടെങ്കിൽ എനിക്ക് ദിവസം വീഡിയോ ഇടേണ്ടി വരും. കയറുന്നുണ്ടെങ്കിലും കയറുന്നില്ലെങ്കിലും 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും ആയിട്ട് ആ വാച്ചവർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പം എന്നിട്ട് വേണം കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ. ഓക്കെ, പിന്നെ കാണാം.